നമസ്കാരം. അകിട് വീക്കം ആട് വളർത്തുന്ന കർഷകരെ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് പലതരത്തിലാണ് പെണ്ണാടുകളെ ബാധിക്കുന്നത്. തീവ്രത കുറഞ്ഞതു മുതൽ തീവ്രത കൂടിയ ഗാംഗ്രീനസ് വരെ ആടുകൾക്ക് വരും. അത് ആട് ചെനയിൽ നിൽക്കുമ്പോഴും പ്രസവം കഴിഞ്ഞും അതിൻ്റെ കറവക്കാലത്തുമൊക്കെ സംഭവിക്കും. പെണ്ണാടുകളെ വളർത്തുന്നവർ എപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം. അകിടിൽ പാലുള്ളപ്പോഴെല്ലാം അകിട് വീക്കത്തിന് സാധ്യതയുണ്ട്. ചെനയിൽ അകിട് തിങ്ങി പാലിറങ്ങിക്കഴിഞ്ഞാൽ പ്രസവത്തിന് ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ കറന്നൊഴിവാക്കണം. പ്രസവം കഴിഞ്ഞ് കുട്ടികൾ കുടിച്ച് ബാക്കി വരുന്ന പാലും അകിടിൽ നിർത്തരുത്. കറവക്കാലത്ത് കാമ്പുകൾ വറ്റിച്ച് വേണം കറക്കാൻ. കറവയ്ക്ക് ശേഷം അരമണിക്കൂർ സമയമെങ്കിലും ആട് കിടക്കാതെ ശ്രദ്ധിക്കണം. ടിഞ്ചറൈഡിൻ പോലുള്ള അണുനാശിനികൾ കാമ്പിൽ പുരട്ടി കൊടുക്കണം. കൂടിൻ്റെ വൃത്തിയും അകിട് വീക്കം വരാതിരിക്കാനായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അകിട് വീക്കം, മടിനീര് ഇവയ്ക്ക് പ്രയോജനം ചെയ്യുന്ന ഹോമിയോ മരുന്നുകളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. 2 ഹോമിയോ മരുന്നുകളാണ് പ്രധാനമായിട്ടും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പൈറ്റോലാക്ക, ബ്രയോണിയ. ഇവ 30 പൊട്ടൻസിയിലും 200 പൊട്ടൻസിയിലും ലഭ്യമാണ്. ചെനയിൽ നിൽക്കുന്ന പ്രസവിക്കാൻ 10-20 ദിവസങ്ങളൊക്കെ ബാക്കിയുള്ള ആടുകൾക്ക് പൈറ്റോലാക്ക 200 പൊട്ടൻസിയിലുള്ള ഹോമിയോ മരുന്നാണ് ഉപയോഗിക്കാൻ നല്ലത്. ഈ ഹോമിയോ മരുന്ന് 10 തുള്ളി 10 മില്ലി വെള്ളത്തിൽ ചേർത്ത് 2 ദിവസം ഇടവേളകളിൽ ആടുകൾക്ക് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് അതിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കണം. അത് ആ ആടിൻ്റെ പ്രസവം കഴിയുന്നത് വരെ ആ രീതിയിൽ ചെയ്യണം. അമിതമായി ആടിൻ്റെ അകിടിലുണ്ടാകുന്ന നീര്, വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് ഈ ഹോമിയോ മരുന്ന് വളരെ സഹായകരമാണ്. ഇത് അകിട് വീക്കം, അതുപോലെ മടിനീര് ഇതിനൊക്കെ പ്രതിരോധമായിട്ടും ഈ ഹോമിയോ മരുന്ന് ഉപയോഗിക്കാം. ആട് പ്രസവിച്ചു, ആടിൻ്റെ അകിടിൻ്റെ ഒരു വശത്ത് നീര്, കല്ലിപ്പ്, വേദന, പാലിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അകിട് വീക്കം ആകുന്നു അതിൻ്റെ സൂചനകളായിട്ട് മനസ്സിലാക്കണം. അങ്ങനെയുള്ള സമയത്ത് 2 മരുന്നുകളാണ് കൊടുക്കുന്നത്. പൈറ്റോലാക്ക 30യും ബ്രയോണിയ 30യും. ഈ 2 മരുന്നുകൾ ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഓരോ മരുന്നും 15 തുള്ളി വീതം ഉറ്റിച്ച് അതിലേക്ക് 15 മില്ലി വെള്ളവും ചേർക്കുക. അതിനുശേഷം ഒരു സിറിഞ്ച് എടുത്ത് ഈ മരുന്ന് ആടിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ അകിട് വീക്കത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് 3 മണിക്കൂർ ഇടവേളയിൽ ഇങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. 3 ദിവസം തുടർച്ചയായിട്ട് ഈ രീതിയിൽ ചെയ്യണം. അതിനുശേഷം പിന്നെയുള്ള ദിവസങ്ങളിൽ ഈ മരുന്ന് ആടിന് ദിവസത്തിൽ 3 നേരം കൊടുത്താൽ മതിയാവും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം. അകിട് പഴയ രീതിയിലേക്ക്, ആ പൂർണ്ണമായ ആരോഗ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മരുന്ന് നിർത്താവുന്നതുമാണ്. പൈറ്റോലാക്ക 200 പൊട്ടൻസിയുള്ള മരുന്നാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് 15 തുള്ളി 15 മില്ലി വെള്ളത്തിൽ ചേർത്തിട്ട് ആദ്യം കൊടുക്കുക. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ബ്രയോണിയ 30 കൊടുക്കുക. വ്യത്യസ്ത പൊട്ടൻസിയുള്ള മരുന്നുകൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. അങ്ങനെ വ്യത്യസ്ത പൊട്ടൻസിയുള്ള മരുന്നുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഹോമിയോ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. പക്ഷേ അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ട പോലെ കൊടുക്കണം എന്ന് മാത്രം. ഒരു അസുഖം വന്നിട്ട് തീവ്രതമായി കഴിഞ്ഞിട്ട് ഹോമിയോ മരുന്നിൻ്റെ പുറകെ പോകുന്നതുകൊണ്ട് അർത്ഥമില്ല. ഒരു ലക്ഷണങ്ങൾ കാണിക്കുമ്പം തന്നെ ആ മരുന്നുകൾ കൊടുത്തു തുടങ്ങണം. ഹോമിയോ മരുന്നുകൾ 5 വർഷക്കാലം നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അതുപോലെ റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളാണ്. ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്നത് പോലെ പെട്ടെന്ന് സഡൻ ആക്ഷൻ അല്ല, പക്ഷേ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ല. പാലിൽ കുറവോ ഒന്നും വരില്ല. മരുന്ന് കൊടുത്ത് ആ അസുഖം ക്ലിയർ ആയി കഴിഞ്ഞാൽ പാല് വീണ്ടും പഴയതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഹോമിയോ മരുന്നുകൾ നിങ്ങൾ അത്യാവശ്യം പെണ്ണാടുകളെ വളർത്തുന്നവരെല്ലാം മേടിച്ച് വയ്ക്കേണ്ട അത്യാവശ്യ മരുന്നുകളിൽ 2 എണ്ണമാണ് ഈ പൈറ്റോലാക്കയും ബ്രയോണിയയും.